അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഷംന, എടി ഷംന. വീട്ടിലെത്തിയ ഉടനെ ഷംനയുടെ ഉപ്പ അവളെ നീട്ടി വിളിച്ചു. എന്താ ഉപ്പ, എന്താ? ഉമ്മയും ഇറങ്ങി വന്നു. എന്താ നിങ്ങളവിടെ പോയിട്ട് എന്തായി? കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓരൊക്കെ? ഇഷ്ടപ്പെടാനെന്താ, എനിക്ക് ഓൻ്റെ ഉപ്പാനെ ആദ്യം തന്നെ അറിയാം. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നോ? ആ, ഓനെ ചതിച്ചു പോയതാ. ഓന് ലാഭത്തുനിന്ന് എനിക്ക് തരാതെ ഓന് മുങ്ങി. പിന്നെ എങ്ങനെ? ഞാൻ ആ വീട്ടിൽ നിന്ന് വേഗം പോന്നു. എനിക്കവിടെ നിൽക്കാനേ കഴിയണില്ല. ഓൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാ എനിക്ക് തോന്നിയത്. പിന്നെ ഇവന് പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അതൊന്നും സാരില്ല അമീതേ, ഈ ഇങ്ങനെ ടെൻഷനാവല്ലേ? മക്കളെ ഇഷ്ടമല്ലേ? അതിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ അയാളും മറന്നിങ്ങനെ ഈ എപ്പോഴും മറന്നിട്ടില്ലേച്ചിട്ട്. ഒരു നല്ലൊരാൾക്കാരാ. അത് വേണമെങ്കിൽ അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. എന്ത്? എനിക്കൊന്നും മനസ്സിലാവണില്ല കാക്ക, നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ? ഷംനയുടെ ഉമ്മ ചോദിച്ചു. അത് പിന്നെ റസിയ, ഒരു പ്രശ്നമുണ്ട്. ഇവലെന്തോ ഒരു പണ്ട് സൗദിയിലായിരുന്നല്ലോ, അന്ന് ഓൻ്റെ ഉപ്പ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇവനെന്തോ ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ ലാഭം കൊടുത്തില്ലാന്നോ എന്തൊക്കെ ഇവൻ പറയുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ഓനിപ്പോൾ ഓനെ പറയണ്ടേ വല്ലാതെ അവനക്ക് ഇഷ്ടമില്ല എന്നാണ് ഈ ബന്ധത്തിന്. അവരാണെങ്കിൽ ഇപ്പം വിളിക്കുമായിരിക്കും. എന്താ ചെയ്യുക? ഷംന, എനിക്ക് ഈ കല്യാണം വേണമെന്ന് നിർബന്ധമുണ്ടോ? അത് ചോദിച്ചത് ഉപ്പയായിരുന്നു. അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി. ഉപ്പ, അത് എനിക്ക് നിർബന്ധമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇങ്ങനൊരു കളി ഇവിടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നോക്ക്, ഈ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? ഷംന ഇഷ്ടപ്പെട്ട ചെക്കനാണല്ലോ അത്, 2 കൊല്ലം മുമ്പ്. തന്നെ? അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആരും അറിഞ്ഞിട്ടില്ല. ഞാനും ഈ നാട്ടുകാരും വീട്ടുകാരും ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അവളെന്നെ എൻ്റെ കല്യാണം ഉണ്ട് പറഞ്ഞ് എന്തോ കാരണത്താൽ ഇനിയിപ്പോൾ എന്നെ പേടിച്ചിട്ടായി കാര്യം. ഓൻ വിചാരിച്ചു ഇവളെ കല്യാണം കഴിഞ്ഞു എന്ന്. അങ്ങനെ ഓനെ കല്യാണം കഴിച്ചു. പക്ഷേ രണ്ടോ ഓൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമായില്ലേ. പക്ഷേ ഇവള് പിന്നെ അത് വേണ്ട പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയെന്നു. പക്ഷേ ഓൾ അറിഞ്ഞിട്ടുണ്ടാവും ഓൻ്റെ കല്യാണം കഴിച്ചതും ഒഴിവാക്കിയതൊക്കെ. അതായിരിക്കും ഓൾ നമ്മളൊക്കെ പറ്റിച്ചെന്ന്. ഉപ്പ, അത് അങ്ങനെയാണോടി? എന്നാലുപ്പ, ഞാനൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ അന്നാ കാണുന്നത്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും എന്നാ വിചാരിച്ചു. ഉപ്പ, ഉമ്മ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ വീണ്ടും ഒരു ആഗ്രഹം. പഠിച്ചവന് ചിലപ്പോൾ എനിക്ക് ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിലിപ്പോൾ എന്നോ ഞങ്ങൾ 2 പേരും 2 വൈക്കാവൂലേ? വീണ്ടും പഠിച്ചവന് ഞങ്ങൾക്ക് ഈ ഒരു ജീവിതമായിരിക്കും വിധിച്ചത്. അതായിരിക്കും ഞങ്ങൾ കണ്ടുമുട്ടിയത്. അല്ലാതെ ഉപ്പ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മോളെ, ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉപ്പാനോടും ഉമ്മാനോടൊന്നും പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ നല്ലതാണെങ്കിൽ ഇത്രയൊന്നും വൈകാതെ തന്നെ ഞങ്ങൾ കെട്ടിച്ച് തരുന്നല്ലോ. ഉപ്പാൻ്റെ സ്വഭാവം എനിക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ പറയാതിരുന്നത്. അതുകൊണ്ടാ. അമീതേ, ഇത് സാരില്ല. ഈ എൻ്റെ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് വിട്ട് എങ്ങനെയെങ്കിലും നിക്കാഹ് കഴിച്ചു കൊടുക്ക്. അതാണ്ട് കഴിഞ്ഞോട്ടെ. അതന്നെ, നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നല്ല കുടുംബക്കാരൊക്കെ തന്നെ. പിന്നെ നല്ല ചെക്കനും വേണം. നമുക്ക് ചെക്കനെ നോക്കിയാൽ പോരെ? ഓളപ്പാനും ഉമ്മാനെയൊക്കെ നോക്കണം അവൻ്റെ. എന്തിനാപ്പോൾ അത്? നമ്മളെ ചെക്കൻ നല്ല ചെക്കനാണ്. എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ അന്വേഷിച്ചാലും അവിടെ അന്വേഷിച്ചാലൊക്കെ. ഇവിടെ അടുത്തല്ല അവൻ്റെ ഉമ്മാൻ്റെ വീട്. ഓനെ ഒരു കാലത്ത് ഇവിടെ തന്നെയായിരുന്നു. അന്നും ഓനെ നിസ്കാരം ഒഴിവാക്കി ഒരു പരിപാടിക്കും കളിക്കും നിൽക്കാത്ത കുട്ടിയാണ്. ആ സമയത്തിന് നിസ്കാരത്തിന് പോകും. എൻ്റെ ഒരു എളാപ്പൻ്റെ മോനുണ്ട്, ഓനൊക്കെ അറിയണ. ഓന് പറഞ്ഞു. പക്ഷെ അന്നത്തെ 2 കല്യാണം ആയതൊക്കെ ഓൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വിധിയല്ലേ, അല്ലാതെ ഓൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ലല്ലോ. നിങ്ങളിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. നമ്മളെ മോൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ആൾക്കാരാണ്. പിന്നെ ഓൾക്ക് ഏതായാലും ഓൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അതാണ്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഓലോൾക്ക് വിളിച്ചെന്ന് പറഞ്ഞാളേ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയാണ്ട് വെറുതെ എങ്ങനെ നമ്മളെന്തിനാ നീട്ടിക്കൊണ്ടുപോണ്? അമ്മയുടെ ഉമ്മയായിരുന്നു ഇത് പറഞ്ഞത്. അതന്നെ അമീതേ. പിന്നെ ഇപ്പം എന്താ? അത് ഞാൻ പറയട്ടെ, ഞാൻ വിളിച്ചു തരട്ടെ ഓൽക്ക്? നിങ്ങളെന്നാ വിളിച്ചു തരണോളൂ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നമൊന്നും
ഇനിയിപ്പോൾ ഒന്നും ആക്കണില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനതൊക്കെ മറക്കുകയാണ്. പിന്നെ ഞാനധികമൊന്നും ആ വീട്ടിലേക്കൊന്നും വരില്ല കേട്ടാ. എനിക്ക് അയാളെ മുഖം തന്നെ കാണാൻ വയ്യ. എന്താണെന്നറിയില്ല. കുറേ കൊല്ലമായിട്ടും അത് കാണുമ്പോൾ ഒരു ദേഷ്യമാണ്. അതൊന്നും സാരില്ല. ഓൻ്റെ ഉപ്പ എന്നല്ലല്ലോ കിട്ടണേ, അതിൻ്റെ മോനല്ലേ. മോനല്ലേ ഇപ്പം എപ്പോഴും ഇങ്ങോട്ടേക്ക് വരിക. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അമ്മോൻ പറഞ്ഞു. പെട്ടെന്ന് അമ്മോൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഇത് ഓൻ്റെ കൂട്ടുകാരനാണ്, ആ അബ്ബാസ്, നമ്മളെവിടെ ഉള്ള. ഓനെ അത് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കായിരിക്കും. ഞാനെന്നാ ഓലോട് ഉറപ്പ് പറയട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞോളി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നിക്കാക്കാനും പറഞ്ഞാളി. ആയിക്കോട്ടെ. ഫോൺ എടുത്ത് അമ്മോൻ ഹലോ എന്ന് പറഞ്ഞു. ഹലോ കാക്ക, പിന്നെ ഞാൻ ഷാഫിൻ്റെ കൂട്ടുകാരൻ. മനസ്സിലായടാ. എന്തായി? നിങ്ങളവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു. എന്തായി തീരുമാനം? എടാ കുഴപ്പമൊന്നുമില്ല. അമ്മോൻ കുറച്ചങ്ങ് മാറി നിന്നു. അല്ല കാക്ക, പിന്നെ എന്താ അവിടെ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഓൻ്റെ ഉപ്പാനായിട്ടൊക്കെ? അതെടാ, അതെന്തോ ഒരു പഴയ കാലത്ത് 10-15 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അതിപ്പോൾ ഇവളൊപ്പം അത് മറന്നിട്ടില്ല, അയാളാണെങ്കിൽ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ് മയപ്പെടുത്തിരുത്തേക്കണ്. ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ടെന്താ? കുട്ടികളെ കാര്യമല്ലേ. രണ്ടാൾക്കും വയസ്സിങ്ങനെ പോണേ. പിന്നെ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ആൾക്കാരും. എന്തായാലേ ഞങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നിക്കാഹ് കഴിക്കാം. അധികം വൈകൊന്നും വേണ്ട. വലിയ പരിപാടിയൊന്നും ആക്കും വേണ്ട. ഇനി മുട്ടായി എടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ആക്കണ്ട. പോലെ വീട്ടുകാരൊക്കെ വന്ന് കണ്ടതല്ലേ. അന്ന് പോലെ ചെറുതായിട്ട് മുട്ടായി കൊടുത്തും ചെയ്തു. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. ഇനി നിക്കാഹ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോവുക ഇൻഷാ അല്ലാ. അതന്നെ അവരെ ഭാഗത്തുനിന്നും പറയണേ. എന്തായാലും നിങ്ങളെ അവിടെ പള്ളിയിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം പറയട്ടോ. ഞാൻ ഓലോട് വിളിച്ച് പറയാം. ഓക്കെ? ആയിക്കോട്ടെടാ. എല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ. എന്നാൽ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ അമീദേ, ഞാൻ ഉറപ്പ് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു മാറ്റം പാടില്ല. എല്ലാം ക്ഷമിക്ക്, എല്ലാം ശരിയാവും. ക്ഷമിച്ചാൽ തന്നെ നമുക്ക് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കൂലി കിട്ടും. എന്നാലേ ഇവിടുത്തെ പള്ളിയിലൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ തന്നെ ചോദിക്കാം. എന്നിട്ട് ഒരു നല്ലൊരു ദിവസം ഇതാക്കി നിക്കാഹിനെ കഴിക്കണം. വലിയ പരിപാടിയൊന്നും ആക്കണ്ട. അത് പറ്റൂല. എൻ്റെ ആദ്യത്തെ മോളെ കല്യാണമല്ലേ. എനിക്കെന്തായാലും പരിപാടി ആക്കണം. ഓലെ അവിടെ പരിപാടി ആക്കിയെങ്കിലും കുഴപ്പമില്ല. എനിക്കെന്തായാലും ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നടത്തണം. അതൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് നടത്താലോ. അത് വേണ്ട, നിക്കാവും കല്യാണം ഒരുമിച്ച് തന്നെ ആക്കാം. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുക നോക്കട്ടെ. എന്നാൽ ഞാനൊന്നേ എല്ലാം സെറ്റാക്കാൻ ഒന്ന് പോയി നോക്കട്ടെ. ഓഡിറ്റോറിയത്തിലും ഈ ആഴ്ച ഏതെങ്കിലും ദിവസം ഉണ്ടോ? അതേപോലെ നിക്കാഹിനും പള്ളിയിലൊക്കെ ചോദിച്ച് ദിവസമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഈയും കൂടി എൻ്റെ കൂടെ പോരെ? ഞാനും വരാം. നമുക്ക് 2 പേർക്കും കൂടി ചോദിക്കാം. അമ്മോനും ഉപ്പയും കൂടി പള്ളിയിലെ ഖത്തീബിനെ കാണാൻ പോയി. ഷംന വളരെ സന്തോഷത്തിലായിരുന്നു. അവളുടെ മുഖത്ത് ആ മാഞ്ഞുപോയ പുഞ്ചിരി വീണ്ടും വിടർന്നു. ഉമ്മ പറഞ്ഞു, എടി കള്ളി, ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഈ ഉമ്മാനോട് ഈ പറഞ്ഞില്ലല്ലോ. ഉമ്മാൻ്റെ കുട്ടി എന്നോടൊന്ന് പറഞ്ഞൂടേന്നാ. ഞാൻ എൻ്റെ ഒരു ചെങ്ങാഴ്ചനെ പോലെയല്ലേ എപ്പോഴും. ഉമ്മ, അത് പിന്നെ കഴിഞ്ഞു പോയില്ല ഉമ്മ. അങ്ങനെയൊക്കെ സംഭവിച്ചു. അന്ന് ഞാൻ ഒരുപാട് ടെൻഷനായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചതല്ലേ. പിന്നെ ഇപ്പം എന്തിനാ? പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ചിന്തയില്ലായിരുന്നു ഉമ്മ. ഞാൻ പഠിക്കാൻ പോലും പിന്നെ എനിക്ക് വേറെ കല്യാണമൊന്നും കഴിക്കാം. അപ്പം തന്നെ വേണ്ട, പഠിക്കട്ടെ പറഞ്ഞല്ലേ ഞാൻ നിന്നീൻ്റെ. സാരില്ലമ്മ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു ബന്ധം ഉണ്ടായിട്ടില്ല അമ്മ. വന്നപ്പോൾ ഞങ്ങൾ 2 പേരും തെറ്റി. ഷാഫിക്ക എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. വല്ലാത്ത ആളാ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താ എന്നെ കളിപ്പിക്കാണെന്ന് പറഞ്ഞാൽ അന്ന് കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാനുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എങ്ങനെ ആയാലും സാരില്ല മോളെ. ഇനിയിപ്പോൾ എങ്ങനെ ആയാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. എൻ്റെ മോള് 2 പേരും ആഗ്രഹിച്ച പോലെ അള്ളാഹു നടത്തി തരട്ടെ. ഉമ്മ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കട്ടെ. അവർക്ക് കല്യാണമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ. ഉമ്മ നേരത്തെ വിളിച്ചിരുന്നു, കാത്തിരിക്കുന്നുണ്ടാവും എന്താ വിവരം എന്ന് പറഞ്ഞ്. ഉമ്മ. ഷംന വേഗം റൂമിലേക്ക് പോയി തൻ്റെ മൊബൈലെടുത്ത് ജുമൈലയെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ജുമൈലയുടെ നമ്പർ അന്ന് അവൾ കൊടുത്തിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അവൾ ജുമൈലയുടെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യം കോൾ എടുത്തില്ല. പിന്നീടുണ്ട് ജുമൈലയുടെ വിളി. ഹലോ, അസ്സലാമു അലൈക്കും. ജുമൈലല്ലേ?
അതേ ജുമയിലാണ്. ആ ഷംന, എന്തൊക്കെ വിശേഷം? അല്ല, എൻ്റെ ഉപ്പ വന്നോ? അന്ന് ഷാഫിക്ക പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഉപ്പ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന. ആ, എൻ്റെ ഉപ്പ ഇന്നലെ വന്നു. ഇന്ന് അവർ അങ്ങോട്ട് പോയിരുന്നു. എന്നിട്ട് എന്തായി? ആ, കുഴപ്പമൊന്നുമില്ല. ഉപ്പാക്ക് ഓരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പയും അമ്മോനും കൂടെ നിൽക്കാന ദിവസമൊക്കെ പള്ളിയിൽ ചോദിച്ച് ഉറപ്പിക്കാൻ വേണ്ടി പോയതാണ്. ആ തന്നെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഓ, എൻ്റെ ഷാഫിക്കൊക്കെ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഓനെ കഷ്ടപ്പെടുത്തരുത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കും. പഠിച്ചോനതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പിന്നെ ജുമൈല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? അത് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ തരുമോ? എന്താ ഷംന? എന്താ ചോദിക്ക്. ഷാഫിഖാൻ്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ ഇതുവരെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിന്നെ സംസാരിച്ചിട്ടില്ല. അന്ന് എല്ലാവരും കൂടി കാണാൻ വന്നപ്പോൾ കണ്ടു എന്നല്ലാതെ നമ്പറും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എനിക്കത് വാങ്ങാനും പേടി. പിന്നെ ഷാഫിക്ക ചോദിച്ചതുമില്ല. പിന്നെ ഷാഫിക്ക് കുറച്ച് ഒരു നല്ല ഇതുള്ള ആളാണല്ലോ, നിക്കാഹ് കഴിയാതെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആ അതേടി, ഓനെ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് സംസാരിച്ച് മാപ്പ് പറയണമെന്നുണ്ട്. അന്നത്തെ ആ പ്രശ്നമൊക്കെ ആയതേ എനിക്കിപ്പോൾ മനസ്സിലെന്തോ പോലെ. ഇനിയിപ്പോൾ ഏതായാലും കല്യാണമൊക്കെ ഞങ്ങളുടെ ആയല്ലോ. അതിനെന്താ, ഷാഫിക്ക വേണ്ടെന്നൊക്കെ പറയും. ഞാൻ എപ്പോഴേ ചോദിച്ചിരുന്നു നിങ്ങൾ നമ്പർ വാങ്ങിയാന്ന്. ഞാൻ നമ്പർ വാങ്ങാഞ്ഞിട്ട് ഞാൻ പിന്നെ കൊടുത്തതുമില്ല, എന്നോട് ചോദിച്ചതുമില്ല. എന്തായാലും ഈ ചോദിച്ചത് നന്നായി. എന്തായാലും നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേ, കുറേ കാലമായില്ലേ. ആ, ഞാനേ ഷാഫിഖാൻ്റെ നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് വിടാം കേട്ടോ. പിന്നെ ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരിതും ഇല്ലാതെ ഈ എൻ്റെ ഷാഫിഖാനെ നോക്കണേ. അന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ, ഇൻഷാ അല്ലാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്രാർത്ഥിക്കേണ്ടിട്ടോ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം റാഹത്തായി കഴിയാൻ. ആ, എന്തായാലും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ കല്യാണത്തിന് വരും. എന്നെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എന്തായാലും വരും കേട്ടോ. ആ, ഇൻഷാ അല്ലാ, എന്തായാലും വരേണ്ടി. അതും പറഞ്ഞ് ജുമൈല ഫോൺ വെച്ചു. പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഷാഫിക്കയുടെ നമ്പർ അവൾ സെൻഡ് ചെയ്തു. നമ്പർ സേവ് ചെയ്ത് ഷംന ഒരുപാട് നേരം ആലോചിച്ചു, വിളിക്കണോ വേണ്ടയോ എന്ന്, അതോ മെസ്സേജ് അയക്കണമെന്ന്. അവൾക്ക് എന്തോ ഒരു പേടി പോലെ. എന്തായാലും വാട്സപ്പിൽ ഓൺലൈനിലുണ്ട്, ഒരു ഹായ് അയച്ചു നോക്കിയാലോ, എന്താ റിപ്ലൈ എന്ന് നോക്കാലോ. പെട്ടെന്ന് തന്നെ ഷംന ഒരു ഹായ് അയച്ചു. ഷാഫി പെട്ടെന്നൊന്നും അറിയാത്ത നമ്പറിലേക്ക് റിപ്ലൈ അയക്കുന്ന ആളല്ലായിരുന്നു. മെസ്സേജ് കണ്ടതിന് ശേഷം ഒരു റിപ്ലൈയും കിട്ടിയില്ല. അപ്പോൾ ഷംന ഒന്നുകൂടി മെസ്സേജ് അയച്ചു, അറിയോ? ഷാഫി ഉടനെ തന്നെ ഇല്ല, ആരാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചു. പിന്നെ അവൾക്ക് എന്തയക്കണമെന്ന് ഒരെത്തും പിടിയുമില്ലായിരുന്നു. മടിച്ചാണെങ്കിലും അവൾ ടൈപ്പ് ചെയ്തു, ഞാൻ ഷംനയാണ്. മെസ്സേജ് അയക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ആ മെസ്സേജ് കണ്ടതും അവൻ ഉടനെ അയച്ചു, എവിടുന്ന് കിട്ടി എൻ്റെ നമ്പർ? ആരാ തന്നത്? അത് ഞാൻ ജുമൈലയോട് ചോദിച്ചപ്പോൾ അവൾ തന്നതാ. പിന്നെ മറുപടിയൊന്നും കണ്ടില്ല. ഉടൻ തന്നെ ഷാഫി ഷംനയുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. ഹലോ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ആ, ജുമൈല തന്നതല്ലേ എൻ്റെ നമ്പർ. പിന്നെ എന്തായി, ഉപ്പ സമ്മതിച്ചില്ലേ? ആ, അബ്ബാസ് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ഉപ്പ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഉപ്പാനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടേ കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ആ, അത് ഉപ്പ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. ഉപ്പ എന്നോട് ചോദിച്ചു, എനിക്ക് ഇവനെ തന്നെ മതിയോ എന്ന്, വേറെ ആളെ പറ്റൂലേന്ന്. പിന്നെ അന്ന് നമ്മൾ ഇഷ്ടത്തിലാണെന്നൊക്കെ ഉള്ളത് അവിടുത്തെ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് ഉപ്പ പിന്നെ അമ്മോനിങ്ങനെ ഒരുപാട് പറഞ്ഞു. അമ്മോനും പറഞ്ഞു കുട്ടികളെ ഇഷ്ടമല്ല, പിന്നെ വയസ്സും പോയി, എന്തായാലും സമ്മതിക്കാറിന് അമ്മോനും ഉമ്മയും കൂടി ഉപ്പാനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. ഏതായാലും ഒരു പള്ളിയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഉസ്താദിനെ കാണാൻ. ഇനിയിപ്പോൾ നിക്കാൻ്റെ ദിവസം ഉറപ്പിക്കാൻ. ഉപ്പാക്ക് എന്തായാലും ഇവിടെ കുറച്ച് വലിയ പരിപാടിയൊക്കെ വേണം, ആദ്യത്തെ കല്യാണമല്ലേ. ഉപ്പ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞ് അന്ന് തന്നെ പരിപാടിയാക്കിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോവാന്നാ. ആ, ആയിക്കോട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ നല്ല തീരുമാനങ്ങളാവട്ടെ. എനിക്ക് പേടിയ ഷംന എൻ്റെ കാര്യത്തിൽ. എനിക്ക് എന്നും ഓരോ പ്രശ്നങ്ങളാണ്. ഇതൊന്നും സാധില്ല ഷാഫിക്ക, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പഠിച്ചോനെ തന്ന പരീക്ഷണങ്ങൾക്ക് നല്ലതിനാണെന്ന് വിചാരിക്കാം നമുക്ക്. അതല്ലേ ഇപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടിയത്.
അതെ ഷംന, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കരുതി നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുട്ടികളും മക്കളൊക്കെ ആയിന്. അതേപോലെ തന്നെ ഷാഫിക്ക ഞാനും വിചാരിച്ചത് നിങ്ങളെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ ജുമൈലാനെ അന്ന് സ്കൂളിൽ നിന്ന് പരിപാടിക്ക് കണ്ട് ചോദിച്ചപ്പോഴാണ് സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്പറും ഇതൊന്നും ഞാൻ ആരോടും ചോദിച്ചില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കണ്ടുമുട്ടണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. പഠിച്ചോനെ എൻ്റെ ആഗ്രഹം അതുപോലെ ആക്കി. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അന്ന് നിങ്ങളാണ് വരുന്നത്. ഞാനും അതന്നെ ഷംന, അന്നെ ആയിരിക്കുന്ന ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും നമ്മൾ കണ്ടുമുട്ടിയല്ലോ. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും റാഹത്തായി തന്നെ നടക്കട്ടെ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നിൽക്കാൻ കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ. എൻ്റെ വീട്ടിൽ വലിയ പരിപാടിയൊന്നുമില്ല. 2 നല്ല പരിപാടിയൊക്കെ നടത്തിയതല്ലേ എന്നാ. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വരും, നിൽക്കാൻ കഴിയും, പിന്നെ കൂട്ടിക്കൊണ്ടുവരും. അത്രേ ഉണ്ടാവുള്ളൂ പരിപാടി. ആയിക്കോട്ടെ ഷാഫിക്ക, പെട്ടെന്ന് തന്നെ നടന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ എൻ്റെ കാര്യം എനിക്ക് പേടിയാണ് ഷംന. അതാണ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നടത്താൻ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു എൻ്റെ അമ്മോനോട്. പിന്നെ ഞാൻ വിളിച്ചത് ആരോടും പറയണ്ട കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് നമ്പർ ചോദിച്ച് വിളിച്ചതാ. ഇല്ല ഷംന, അതൊന്നും പ്രശ്നമില്ല. ഞാൻ പിന്നെ നമ്പറൊന്നും വാങ്ങാഞ്ഞത് ഇനിയിപ്പോൾ നിൽക്കാൻ കഴിഞ്ഞിട്ടൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ സ്വഭാവം എനിക്ക് ആദ്യം അറിയില്ലേ? അറിയാം. അതാ പിന്നെ എനിക്ക് വിളിക്കാനൊരു മടി. ഞാൻ പിന്നെ വേണ്ടേ ചിട്ടാ മെസ്സേജ് അയച്ചത്. ഏതായാലും നന്നായി ഈ വിളിച്ചത്. എന്തായാലും പരസ്പരം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായല്ലോ. അല്ലെങ്കിലും നമ്മൾ കല്യാണം കഴിയുന്ന മുമ്പ് കുറച്ചൊന്ന് പരസ്പരം അറിയണം. നമ്മളത് പിന്നെ ആദ്യം തന്നെ അറിയാം. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നതല്ലേ. എന്തായാലും അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ആമീൻ. എന്നാൽ ഷാഫിക്ക ഞാൻ വെക്കട്ടെ കേട്ടോ, ഉമ്മ വിളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷാഫിയുടെ ഫോൺ കട്ടാക്കി ഷംന ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ ചോറ് വിളമ്പി വെച്ചിട്ട് വിളിക്കുകയായിരുന്നു. ഷംന, എത്ര നേരമായി എന്നെ വിളിക്കണേ? ഈ എവിടെയായിരുന്നു? ഉമ്മ, ഞാൻ അവിടെ ബാത്റൂമിലായിരുന്നു. എന്താ ഉമ്മ, ഈ ചോറ് വന്ന് തിന്നാ? പിന്നെ ഉപ്പ വന്നില്ല ഉമ്മ? ഇല്ല, ഒരിപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോൾ ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയം ഇതൊക്കെ നോക്കിയിട്ട് വേണം മോനെ, ഒരാഴ്ച കൊണ്ട് പറ്റുമെന്ന്. ആയിക്കോട്ടെ ഉമ്മ. പിന്നെ ഷംന, നാളല്ലേ എൻ്റെ കോളേജിൽ കോൺവെക്കേഷൻ പ്രോഗ്രാം? നാളെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടൂലേ? എവിടെ വെച്ചിട്ടാ? ഉമ്മ, നാളെയാണ്. നിങ്ങളും ഉപ്പയും എല്ലാവരും വരുന്നട്ടോ. ഞാനെന്താ പറയാൻ മറന്നു. സർട്ടിഫിക്കറ്റ് നാളെ കിട്ടും. എന്തായാലും ഞാനൊരു കോഴ്സ് പഠിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ജോലിക്ക് കയറാനുള്ള ഒരു സർട്ടിഫിക്കറ്റായി. അന്നിപ്പോൾ അതൊന്നും വേണ്ടാന്ന് എന്നെ കെട്ടിച്ചു വിട്ടുകണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ഉണ്ടാവുമോ? അതന്നെ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ പഠിക്കണം, പഠിക്കാതെ കല്യാണം കഴിച്ച് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴെങ്കിലും എൻ്റെ അമ്മക്ക് അതൊക്കെ തോന്നിയല്ലോ. അന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്തേന്ന് പറഞ്ഞിൻ്റെ? എനിക്കല്ല മോളെ, എൻ്റെ ഉപ്പാക്കേന്ന് തിരക്ക്. എനിക്കിഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ. പിന്നെ ഉപ്പ കല്യാണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും എന്താ കാട്ടാ, ഞാനും അത് എന്നോടൊന്ന് നിർബന്ധിച്ച്. എന്തായാലും എൻ്റെ കുട്ടി നല്ലൊരു തീരുമാനം എടുത്തത്. ഏതായാലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമാധാനമാണ്. കെട്ടുന്ന ആൾക്കാർ നോക്കൂല എന്ന് അതുകൊണ്ടൊന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് അതൊരു ബലം തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഉമ്മയൊക്കെ ഈ അടുക്കളയിൽ കിടന്ന് നിരങ്ങിക്കണ്. അതിനിപ്പോൾ ഉമ്മാക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, അമ്മക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ജോലിയൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു വെയിറ്റാണ് മോളെ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലുമൊക്കെ തോന്നിയല്ലോ. നിങ്ങളന്ന് കല്യാണം എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ടല്ലേ. ഒന്ന് പോടുന്ന്. അന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അന്നൊക്കെ വേഗം കെട്ടിക്കും. 14-ാം വയസ്സിലും 15-ാം വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കൽ. ഞാൻ പിന്നെ എന്തായാലും 10 കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കെട്ടിച്ചത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ അന്നൊക്കെ പഠിക്കാൻ പോകാൻ. പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ ഉപ്പ പിന്നെ വിടോ? എൻ്റെ ഉപ്പാന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരമ്മായിമാരും ഒന്നും വിടൂല. വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നാൽ പിന്നെ അവിടെ നിൽക്കുക, അവിടെ പണിയെടുക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ കുട്ടികളെ പ്രസവിക്കുക, അതൊക്കെ തന്നെ പണി. എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നൊക്കെയാണ്. പിന്നെ ആര് ചേർക്കാൻ? ഇവിടെ ആരെങ്കിലും അതിനെ അയക്കുമോ? ഇവിടെ പെണ്ണുങ്ങൾ പഠിച്ചിട്ടുള്ള ഇതൊന്നും വേണ്ട എന്നാണ് പറയണത്. അന്നത്തെ ഒരു കാലം.
എന്തായാലും എൻ്റെ മോൾക്ക് ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമല്ലോ. അൽഹംദുലില്ലാ. മുറ്റത്ത് വണ്ടിയുടെ ശബ്ദം. ആ ഉപ്പ വന്നെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഷംന പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യണേ.